BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി 140 സീറ്റുകളിലേക്കാണ് പോരാട്ടമെങ്കിലും കേരളം ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് 50-ൽ താഴെ വരുന്ന സ്വിംഗ് സീറ്റുകളാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 5000-ൽ താഴെ ഭൂരിപക്ഷം ലഭിച്ച 41 മണ്ഡലങ്ങൾ ഇത്തവണ മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നു. ഇതിൽ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ ഹോട്ട് സീറ്റുകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. കാസർഗോഡ് പ്രധാനമായും 2 സീറ്റുകളാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഒന്ന് മഞ്ചേശ്വരം. 2011 മുതൽ UDF-നൊപ്പമാണെങ്കിലും BJP വൻ ഭീഷണി ഉയർത്തുന്ന മണ്ഡലമാണിത്. 2016-ൽ വെറും 89 വോട്ടിനും കഴിഞ്ഞ തവണ 745 വോട്ടിനുമാണ് UDF കടന്നുകൂടിയത്. ഇവിടെ BJPക്ക് വോട്ട് കൂടുമ്പോൾ അത് ആരെ വീഴ്ത്തുമെന്നതാണ് ചോദ്യം. എന്നാൽ 2025 ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ 20,000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷം ലീഗിന് വലിയ കവചമാണ്. എങ്കിലും ഓരോ വോട്ടും നിർണായകമായ ഇവിടെ അട്ടിമറികൾ അസാധ്യമല്ല. രണ്ടാമത്തേത് ഉദുമയാണ്. LDFന്റെ ഉറച്ച കോട്ടയെന്ന് കരുതാമെങ്കിലും 2016-ൽ K. സുധാകരൻ ഇവിടെ ഭൂരിപക്ഷം 3832-ലേക്ക് താഴ്ത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CH കുഞ്ഞമ്പു നില മെച്ചപ്പെടുത്തിയെങ്കിലും 2025-ലെ തദ്ദേശ ഫലം UDF-ന് നേരിയ ലീഡ് നൽകുന്നുണ്ട്. ഇടത് കോട്ട എന്ന് വിളിക്കാമെങ്കിലും 2016-ൽ K. സുധാകരൻ അവിടെ ഉണ്ടാക്കിയ ചലനം ഇന്നും നിലച്ചിട്ടില്ല. CH കുഞ്ഞമ്പു നിലവിൽ ശക്തനാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ 685 വോട്ടിന്റെ നേരിയ ലീഡ് ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. പാരമ്പര്യ വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നതാണ് ഉദുമയുടെ വിധി തീരുമാനിക്കുക. കാസർകോട്ടെ ഈ 2 മണ്ഡലങ്ങൾ കഴിഞ്ഞ് ഇനി കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പവർ ഹൗസായ കണ്ണൂരിലും ഇത്തവണ അനിശ്ചിതത്വത്തിന്റെ നിഴലുണ്ട്. ഒന്ന് ഇരിക്കൂർ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ കുത്തക സീറ്റ്. ഇടതുപക്ഷം ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിയ 2006-ൽ ഭൂരിപക്ഷം വെറും 1831-ലേക്ക് ചുരുങ്ങിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 31,000-ന് മുകളിൽ ലീഡ് നേടിയെങ്കിലും മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചർച്ചയായാൽ ഇരിക്കൂറിൽ ഇത്തവണ കളി മാറും. 2 പേരാവൂരാണ്. എന്നും പ്രവചനാതീതമാണ് ഇവിടെ. UDF-ലെ സണ്ണി ജോസഫിന് ഇത്തവണ തദ്ദേശ കണക്കിൽ 11,000 വോട്ടിന്റെ മേൽക്കൈ ഉണ്ടെങ്കിലും 2020-ൽ ഇടതിനൊപ്പം നിന്ന ചരിത്രം പേരാവൂരിനുണ്ട്. പശ്ചിമഘട്ട മേഖലയിലെ വന്യജീവി ആക്രമണവും കർഷക രോഷവും ഇത്തവണ ഇവിടെ നിർണായക ഘടകമാകും. 3 കണ്ണൂർ സിറ്റിയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന അധികായന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ 2 തവണയും 2000-ൽ താഴെയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 8,000-ലേറെ വോട്ടിന് മുന്നിലെത്തിയത് LDF-ന് വലിയ വെല്ലുവിളിയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ K. സുധാകരന്റെ സാന്നിധ്യം ഇവിടെ ഓരോ വോട്ടിനെയും സ്വാധീനിക്കും. ഇനി തളിപ്പറമ്പും അഴീക്കോടുമാണ്. MV ഗോവിന്ദൻ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പിൽ തദ്ദേശ വോട്ട് നിലയിൽ UDF മുന്നിലെത്തിയത് അത്ഭുതമാണ്. 1977-ന് ശേഷം CPM മാത്രം ജയിച്ച ഇവിടെ ഇത്തവണ മത്സരം കടുക്കും. അഴീക്കോടാകട്ടെ UDF-ന് 2000-ഓളം വോട്ടിന്റെ ലീഡ് LDF-നെ പ്രതിരോധത്തിലാക്കുന്നു. പയ്യന്നൂരിലെ ഫണ്ട് വിവാദവും MV ഗോവിന്ദൻ, AN ഷംസീർ തുടങ്ങിയ പ്രമുഖർക്ക് ലഭിക്കാനിടയുള്ള ഭരണവിരുദ്ധ വികാരവും കണ്ണൂരിലെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിക്കാം. KK ശൈലജ ടീച്ചറുടെയും EP ജയരാജന്റെയും സ്ഥാനാർത്ഥിത്വവും ഇത്തവണത്തെ ചർച്ചാ വിഷയമാണ്. ഇനി ചുരം കയറി വയനാട്ടിലെത്തിയാൽ അവിടെ കണക്കിന്റെ കളിയാണ്. വയനാട്ടിൽ മാനന്തവാടി പിടിക്കാൻ UDF കച്ചുമുറുക്കുകയാണ്. മന്ത്രി OR കേളുവിന്റെ മണ്ഡലം. കഴിഞ്ഞ തവണ 9,282 വോട്ടിന് ജയിച്ചെങ്കിലും ഇക്കഴിഞ്ഞ തദ്ദേശ ഫലം UDF-ന് നൽകുന്നത് 11,548 വോട്ടിന്റെ വമ്പൻ ലീഡാണ്. രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു പോയെന്ന ആക്ഷേപവും വന്യജീവി ആക്രമണവും ഒരു വശത്ത് നിൽക്കുമ്പോൾ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടി സീറ്റ് നിലനിർത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ KC ബാലകൃഷ്ണന് കഴിഞ്ഞ 3 തവണയും 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ തദ്ദേശ കണക്കിൽ ആ ഭൂരിപക്ഷം 2,781-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ബാലകൃഷ്ണന്റെ കരുത്തിൽ കോൺഗ്രസ് വിശ്വസിക്കുമ്പോഴും LDF ഇവിടെ അട്ടിമറി പ്രതീക്ഷിക്കുന്നു. 2011 മുതൽ ബാലകൃഷ്ണൻ ജയിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ യുവരക്തങ്ങളെ ഇറക്കി പരീക്ഷിക്കാനാണ് ഇടതുപക്ഷം ആലോചിക്കുന്നത്. കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള ഈ 19 സീറ്റുകളിൽ 7 സീറ്റുകൾ ഹോട്ട് സീറ്റുകളായി തുടരുന്നു. ഇതിൽ 4 എണ്ണം ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ UDF മുന്നിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം മറ്റൊന്നാണ്. വടക്കൻ വോട്ടർമാർ അവരുടെ തീരുമാനം നേരത്തെ കൈക്കൊള്ളാറുണ്ടെങ്കിലും അവസാന നിമിഷത്തെ വിവാദങ്ങളും സ്ഥാനാർത്ഥി നിർണയവും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും. മുന്നണികൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന 70 സീറ്റുകളിൽ 57 എണ്ണവും LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നത് ഈ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രീയ തീരുമാനങ്ങൾ നേരത്തെ കൈക്കൊള്ളുന്ന വടക്കൻ വോട്ടർമാർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും?
വടക്കൻ കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.